വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഇന്ന് വെറൈറ്റി മീഡിയ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വിവോ Z1 Pro എന്ന മോഡലാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇതാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന വിവോ Z1 Pro എന്ന മോഡൽ. 4GB RAM, 64GB ഇൻറ്റേർണൽ, 6GB RAM, 64GB ഇൻറ്റേർണൽ, 6GB RAM, 128GB ഇൻറ്റേർണൽ എന്നീ 3 വേരിയൻറ്റുകളിലാണ് ഈ ഫോൺ ലഭ്യമാകുന്നത്. Qualcomm Snapdragon 712 ഒക്ടാ-കോർ പ്രോസറും 32 മെഗാപിക്സൽ ഇൻ ഡിസ്പ്ലേ ക്യാമറയും 5000 mAh ബാറ്ററി വിത്ത് 18W ഫാസ്റ്റ് ചാർജിംഗ്, AI ട്രിപ്പിൾ ക്യാമറ എന്നിവയാണ് ഈ ഫോണിൻ്റെ പ്രധാന സവിശേഷത. 4GB RAM 64GB എന്ന മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത്. 15,990 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. സോണിക് ബ്ലൂ, സോണിക് ബ്ലാക്ക്, മിറർ ബ്ലാക്ക് എന്നീ 3 വേരിയൻറ്റുകളിലാണ് ഫോൺ ലഭ്യമാകുന്നത്. സോണിക് ബ്ലൂ കളറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത് വിവോയുടെ ബ്രാൻഡിങ്ങോട് കൂടിയ ഒരു ബോക്സാണ്. അതിൽ ഫോണിൻ്റെ കേസും യൂസർ മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ കാർഡും നൽകിയിരിക്കുന്നു. അടുത്ത നമുക്ക് കാണാൻ കഴിയുന്നത് ഡിവൈസാണ്. ഫോണ് നമുക്ക് മാറ്റിവെക്കാം. എന്തൊക്കെയാണ് ബോക്സിലുള്ളതെന്ന് നോക്കാം. ഒരു സിം ഇജക്ടർ പിൻ നൽകിയിരിക്കുന്നു. കൂടാതെ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഹെഡ്സെറ്റും നൽകിയിരിക്കുന്നു. $18V ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന 9V 2A ചാർജിംഗ് അഡാപ്റ്ററും മൈക്രോ USB ചാർജിംഗ് ആൻഡ് ഡാറ്റ സിങ്കിങ് കേബിളും ലഭിക്കുന്നു. ടൈപ്പ് C കേബിളല്ല നമുക്ക് ലഭിക്കുന്നത്. ഇത്രയുമാണ് ബോക്സിലുള്ളത്. നമുക്ക് ഫോൺ നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് ഗൂഗിൾ അസിസ്റ്റന്റിൻ്റെ സ്മാർട്ട് ബട്ടൺ ഫീച്ചേഴ്സാണ്. ഗ്ലോസി ഫിനിഷോട് കൂടിയ സ്റ്റൈലിഷ് ലുക്കാണ്. 3D ഗ്ലാസ് പ്രൊട്ടക്ഷനും നൽകിയിരിക്കുന്നു. റെയർ സൈഡിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറും AI ട്രിപ്പിൾ ക്യാമറയും നൽകിയിരിക്കുന്നു. പഞ്ച് ഹോൾ ക്യാമറ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാം. IPS ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫോണൊന്ന് ഓണാക്കി നോക്കാം. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായി പവർ ബട്ടണും വോളിയം ബട്ടൺ കീസും നൽകിയിരിക്കുന്നു. ബോട്ടൺ പാനലിൽ സ്പീക്കർ യൂണിറ്റും 3.5mm ഓഡിയോ ജാക്കും മൈക്രോ USB പോർട്ടും മൈക്കും നൽകിയിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ ഗൂഗിൾ അസിസ്റ്റന്റ് ബട്ടണും സിം ട്രേയും കാണാൻ കഴിയുന്നു. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ലഭ്യമാകുന്നതുകൊണ്ട് 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാൻ കഴിയും. ഇതിൻ്റെ എബൌട്ട് ഫോൺ സ്ക്രീൻ നോക്കുമ്പോൾ ആൻഡ്രോയിഡ് 9.5 വേർഷനും ഫൺ ടച്ച് OSുമാണ് വരുന്നത്. (2 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഡെപ്ത് സെൻസിംഗ് ക്യാമറയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു.
4Kയും സ്ലോ മോഷനുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണിത്. സെൽഫി ക്യാമറ നോക്കുമ്പോൾ 32 മെഗാ പിക്സൽ നല്ലൊരു ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ഗൂഗിൾ അസിസ്റ്റന്റ് ബട്ടണൊക്കെ നന്നായി വർക്ക് ചെയ്യുന്നു. ഹെഡ് സാർ വാല്യൂ വരുന്നത് 0.752, ബോഡി സാർ വാല്യൂ വരുന്നത് 0.402 ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടാതെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.